ഇനി നമ്മൾ ബീഹാറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വന്നത് നമുക്കറിയാം. ബീഹാറിൽ ഇനി സർക്കാർ രൂപീകരണം എപ്പോൾ എന്നതാണ് അറിയേണ്ടത്. എന്നാണ് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ബീഹാറിൽ നിതീഷ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും എന്നുള്ളതാണ്. JDUവും BJPയും മന്ത്രിസ്ഥാനം തുല്യമായി പങ്കിടാൻ ആണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, JDUവിൻ്റെയും BJPയുടെയും ഒക്കെ യോഗങ്ങൾ നടക്കാൻ പോകുന്നു. നിയമസഭാ കക്ഷി നേതാക്കളെ തെരഞ്ഞെടുക്കാൻ പോകുന്നു. അതോടൊപ്പം പുതിയ മന്ത്രിസഭാ നീക്കങ്ങൾ എങ്ങനെയാണ്, ഉപമുഖ്യമന്ത്രിമാരായി ആരൊക്കെ എത്തുമെന്നതിലൊക്കെ എന്തെങ്കിലും സൂചനകളുണ്ടോ രാഗേഷ്? അഭിലാഷ്, ചർച്ചകൾ ഏതായാലും സജീവമാണ്. ഇപ്പോൾ ഏതായാലും ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ നടത്താം എന്ന തീരുമാനത്തിലേക്ക് NDA നേതൃത്വം എത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഗാന്ധി മൈതാനത്താകും സത്യപ്രതിജ്ഞ എന്ന് ഇപ്പോൾ JDU BJP നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രാഥമിക ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം തുല്യമായി തന്നെ സീറ്റുകൾ രണ്ടു പാർട്ടികളും 101 സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. അതുപോലെ തന്നെ മന്ത്രിസ്ഥാനവും തുല്യമായി പങ്കിടാം എന്നൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ എത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 15 മന്ത്രിസ്ഥാനം BJPക്ക് ലഭിക്കും. മുഖ്യമന്ത്രി അടക്കം 15 സ്ഥാനങ്ങൾ JDUവിനും ഉണ്ടാകും. കൂടാതെ LJP ഈ വിജയത്തിൽ ഒരു നിർണായക കക്ഷിയായിരുന്നു. 29 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ അവർ വിജയിച്ചു. അവർക്ക് 2 or 3 ക്യാബിനറ്റ് പദവി നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ നേതൃത്വം എത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ HAM-നും RLM-നും ഓരോ മന്ത്രിസ്ഥാനം നൽകും. ഈ ധാരണയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും വീണ്ടും ചർച്ചകൾ നടക്കും. പ്രത്യേകിച്ച് അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി JDUവിൻ്റെ ദേശീയ നേതാക്കൾ സഞ്ജയ് യാദവ് അടക്കമുള്ളവർ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം. ഇന്ന് ഏതായാലും 11:30 മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നിലവിലെ സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം. അതിനുശേഷം നിതീഷ് കുമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് രാജി സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം നടക്കുന്ന NDA യോഗത്തിൽ നിതീഷിനെ നേതാവായി തിരഞ്ഞെടുക്കും. നാളെ NDA യോഗം ചേർന്നിട്ട് നിതീഷിനെ നേതാവായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്നത് JDUവിൻ്റെ നിയമസഭാ കക്ഷി യോഗമാണ്. ആ യോഗത്തിൽ നിതീഷിനെ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും ഗാന്ധി മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതായത് രാഗേഷ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത എന്നത്, ഒന്ന്, മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഇത്തവണ NDA അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്. അതിൽ തന്നെ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ BJP കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ പോലും അതൊരു വിദൂര സാധ്യതയാണ് എങ്കിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരം രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് താനും, അത് തള്ളിക്കളയാനുമാകില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങളുമായി BJP എത്തുന്നില്ല. അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്? അതെ അഭിലാഷ്, വലിയ തർക്കങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഏകപക്ഷീയ വിജയം NDAക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോഴും നിതീഷ് തന്നെ നയിക്കട്ടെ, അത്തരം സൂചനകളൊക്കെ തന്നെ പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഡൽഹിയിൽ നടത്തിയ വിജയാഘോഷത്തിൽ പ്രത്യേകിച്ച് നിതീഷിനെ അദ്ദേഹം അന്ന് വാനോളം പുകഴ്ത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് രണ്ടു പാർട്ടികളും തുല്യമായി മന്ത്രിസ്ഥാനം പങ്കിടുമെന്നാണ്. ഒരുപക്ഷെ മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നത് 1 or 2 മന്ത്രിസ്ഥാനം BJP കൂടുതലായി ചോദിച്ചേക്കാമെന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം JDUവിന് തന്നെ നൽകുകയാണ്. അക്കാര്യത്തിലൊരു അവകാശവാദം BJP ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കം 15 മന്ത്രിസ്ഥാനം JDUവിനും BJPക്ക് 1 മന്ത്രിസ്ഥാനം കൂടുതലായി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും തുല്യമായി പങ്കിടാമെന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ JDU ഉള്ളത്. ആ നിലയിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഒപ്പം സഖ്യകക്ഷികൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ നേതൃത്വം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗാന്ധി മൈതാനത്ത് ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ 3 ദിവസത്തേക്ക് ഗാന്ധി മൈതാനത്തേക്ക് മറ്റുള്ളവർക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ ഒരു വിപുലമായ പരിപാടി തന്നെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. കാരണം മോദി അദ്ദേഹത്തിൻ്റെ അവസാന റാലിയിലടക്കം സൂചിപ്പിച്ചത് ഇനി ബീഹാറിലേക്ക് വരുന്നത് NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായിരിക്കും എന്ന് മോദി സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ NDA ക്യാമ്പ് ആലോചിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കമാണ് അവിടെ നടക്കുന്നത്, NDA നടത്തുന്നത് എങ്കിൽ മറുഭാഗത്ത് പ്രത്യേകിച്ച് മഹാഗഡ്ബന്ധൻ തകർന്നടിഞ്ഞ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കോൺഗ്രസിനാകട്ടെ അങ്ങേയറ്റം ദയനീയമായ തോൽവിയാണ് ഏൽക്കേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായൊരു യോഗം കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് ചേർന്നിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിലായിരുന്നു യോഗം ചേർന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അതേസമയം RJD
RJD വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. RJDയുടെ ഭാവി തന്നെ സംശയ നിഴലിൽ ആകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് പ്രമുഖരായ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അടക്കം അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൃക്ക ദാനം ചെയ്ത് ലാലു പ്രസാദ് യാദവിന് പുതുജീവൻ നൽകിയ മകളാണ് രോഹിണി ആചാര്യ. അതേ മകൾ ആണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. കുടുംബവും രാഷ്ട്രീയവും ഉപേക്ഷിക്കുന്നുവെന്ന പ്രഖ്യാപനത്തോടെയാണ്. മിസ ഭാരതിയും രോഹിണി ആചാര്യയും RJD സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിന്റെ 7 പെൺമക്കളിൽ ഇവർ രണ്ടുപേരാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ലാലു മിസ തടവുകാരനായിരിക്കെയാണ് ഭാര്യ രാബ്രി ദേവി ആദ്യ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അവൾക്ക് മിസ എന്ന് പേര് നൽകി. രോഹിണി നക്ഷത്രത്തിലായിരുന്നു രണ്ടാമത്തെ മകളുടെ ജനനം. പട്നയിലെ ഗൈനോക്കോളജിസ്റ്റായ കമല ആചാര്യയായിരുന്നു പരിചരണം. കമല ആചാര്യ ചികിത്സയ്ക്ക് പണം വാങ്ങാൻ തയ്യാറായില്ല. പകരം തൻ്റെ പേര് നൽകണമെന്ന ആഗ്രഹം പങ്കുവച്ചു. ആ ആഗ്രഹം നിറവേറ്റിയ ലാലു മകൾക്ക് രോഹിണി ആചാര്യ എന്ന് പേര് നൽകി. രോഹിണി ആചാര്യ കഴിഞ്ഞ 2-3 വർഷമായി ചർച്ചയായ പേരാണ്. ആദ്യം ചർച്ചയായത് ലാലുവിന് വൃക്കദാനം ചെയ്തപ്പോൾ, ഇപ്പോൾ രാഷ്ട്രീയവും കുടുംബവും ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതോടെ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാൾ വിശ്രമത്തിലായിരുന്നു ലാലു പ്രസാദ് യാദവ്. ജയിൽവാസം RJD അധ്യക്ഷന്റെ ആരോഗ്യത്തെ ബാധിച്ചു. ഒടുവിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കിഡ്നി മാറ്റിവെക്കണം. അങ്ങനെ 2022 ഡിസംബർ 5-ന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ലാലു ആദ്യം വിസമ്മതിച്ചുവെങ്കിലും മകളുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് ഒടുവിൽ വഴങ്ങി. അങ്ങനെ അച്ഛന് പുതുജീവൻ നൽകി മകളായ രോഹിണി. അന്ന് രോഹിണി സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിച്ചു: മാതാപിതാക്കൾ ദൈവതുല്യരാണ്. അച്ഛന് വൃക്ക നൽകുന്നത് തൻ്റെ കടമയും. രാഷ്ട്രീയ ഭേദമന്യേ അന്ന് രോഹിണിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രോഹിണി ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി. മിസ ഭാരതിക്കും തേജ് പ്രതാപ് യാദവിനും തേജസ്വി യാദവിനും ശേഷം ലാലുവിന്റെ മക്കളിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലിറങ്ങിയ 4ാമത്തെയാളായി രോഹിണി. താൻ മുമ്പ് പ്രതിനിധീകരിച്ചിരുന്ന ചപ്ര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട സാരൻ മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ലാലുവിന് രണ്ടാമതൊരു പേര് ആലോചിക്കേണ്ടി വന്നില്ല. മിസ ഭാരതി പാടലിപുത്രയിൽ നിന്ന് വിജയിച്ചപ്പോൾ രോഹിണി പക്ഷേ സാരണിൽ രാജീവ് പ്രതാപ് റൂഡിയോട് തോറ്റു. എന്നാൽ അടുത്ത കാലത്തായി പല പ്രശ്നങ്ങൾ രോഹിണിയും കുടുംബവും തമ്മിൽ ഉണ്ടായിരുന്നു. സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളെ അൺഫോളോ ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ പൂർത്തിയായി. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനം RJDക്കുണ്ടായി. മുന്നണിയെ നയിച്ച തേജസ്വിക്കും മോശം കാലം. ആ സമയം തന്നെയാണ് രാഷ്ട്രീയവും കുടുംബവും ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ രോഹിണി തെരഞ്ഞെടുത്തതും. തേജസ്വിയുടെ അടുത്ത അനുയായികളായ സഞ്ജയ് യാദവ്, റമീസ് എന്നിവർക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുന്നതിലൂടെ രോഹിണി ലക്ഷ്യം വെക്കുന്നത് തേജസ്വിയെ തന്നെ. मेरा कोई परिवार नहीं है। अब ये जाकर के आप संजय, रमीश, तेजस्वी यादव से पूछिए, मेरा कोई परिवार नहीं है। वही लोग निकाला है हमको परिवार से, क्योंकि रिस्पॉन्सिबिलिटी लेना नहीं है उनको। पूरा दुनिया बोल रहा है जो चाणक्य बनेगा तो चाणक्य से आप सवाल पूछिएगा। जब कार्यकर्ता चाणक्य से सवाल कर रहा है, पूरा देश दुनिया सवाल कर रहा है कि पार्टी का ये ऐसा हाल क्यों हुआ। अब जब संजय और रमीज इन लोग का नाम लीजिए तो आपको घर से निकाल दिया जाएगा, आपको बदनाम किया जाएगा, आपको गाली दिलवाया जाएगा, आपके ऊपर चप्पल उठा करके मारा जाएगा. പുറത്തറിഞ്ഞതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ലാലു കുടുംബത്തിൽ ഉണ്ടെന്ന് വ്യക്തം.